ഉത്തർപ്രദേശിൽ നവജാത ശിശുക്കൾ 300ഓളം പേരാണ് പ്രോപ്പർ ഓക്സിജൻ കിട്ടാതെ 3 വർഷം മുമ്പ് മരിച്ചത്. നമ്മളെല്ലാവരും അതിൽ വേദനിച്ചില്ലേ? എറണാകുളത്ത് 5 വയസ്സുകാരിയായ ഒരു പെൺകുഞ്ഞിനെ അയൽവക്കത്തെ ആൾ വിളിച്ചുകൊണ്ടുപോയി റേപ്പ് ചെയ്ത് കൊന്ന് ചാക്കിനകത്ത് കെട്ടിവെച്ചു. നമ്മൾ മുഴുവൻ ഹൃദയം തകർന്ന് കേട്ടുന്നില്ലേ? കുഞ്ഞുങ്ങൾ ആക്രമിക്കപ്പെടുമ്പോൾ, കുഞ്ഞുങ്ങൾ അബ്ഡക്റ്റ് ചെയ്യപ്പെടുമ്പോൾ, കാണാതെ പോകുമ്പോൾ, അവർ രണ്ടാനച്ഛനാലും രണ്ടാനമ്മയാലും ഒക്കെ ആക്രമിക്കപ്പെടുന്ന സംഭവം ഹൃദയവേദനയോടെയാണ്. ഞാനൊരു പിതാവ് നിലയ്ക്ക് എനിക്ക് ഒരു മനുഷ്യൻ നിലയ്ക്ക് എനിക്കത് അത്തരം വാർത്തകളാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള കാര്യം. ഞാൻ എൻ്റെ ജേർണലിസം കരിയറിലെ ഏറ്റവും സങ്കടപ്പെടുത്തുന്ന, എന്നെ ഹോണ്ട് ചെയ്യുന്ന സംഗതികൾ ഏതാണെന്ന് ചോദിച്ചാൽ കുഞ്ഞുങ്ങൾ ആക്രമിക്കപ്പെടുന്നതാണ്. അതിനകത്ത് നമുക്ക് കുഞ്ഞുങ്ങളെന്നുള്ള പ്രശ്നമാണ് നമ്മുടെ മുമ്പിലുള്ളത്. അപ്പോൾ അവിടെ ബീഹാർ സ്വദേശി തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കുഞ്ഞിൻ്റെ മതം ഏതാണെന്ന് നമ്മൾ അന്വേഷിക്കുന്നില്ല. കാണാതാകുന്ന കുഞ്ഞിൻ്റെ മതം ഏതാണെന്ന് അന്വേഷിക്കുന്നില്ല. ഉത്തർപ്രദേശിൽ കൊല്ലപ്പെടുന്ന കുഞ്ഞുങ്ങളുടെ മതം ഏതാണ് നമ്മൾ അന്വേഷിക്കുന്നില്ല. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുള്ളത്, ഈ പറയുന്ന സംഘ് പരിവാറിൻ്റെ ബ്രാഞ്ച് ഓർഗനൈസേഷനായ കാസയെ പോലുള്ള സംഘടനകൾ, ഗസ ഒരു മുസ്ലിം പ്രശ്നം മാത്രമാണ്, അവിടെ കൊല്ലപ്പെടുന്നത് മുസ്ലിങ്ങളാണ്, അതിൽ മുസ്ലിങ്ങൾ മാത്രം സങ്കടപ്പെട്ടാൽ മതി എന്നാണ് അവരുടെ പ്രശ്നം. മുസ്ലിം അല്ലാത്ത ഒരാൾ സങ്കടപ്പെടുന്നത് കാണുന്ന അവർക്ക് സഹിക്കില്ല. കാരണം ഒരു മുസ്ലിം പ്രശ്നമാക്കി കോർണർ ചെയ്ത് അതിൽ മുസ്ലിങ്ങളല്ലാതെ മറ്റാരും സങ്കടപ്പെട്ടേക്കരുത്, മുസ്ലിങ്ങൾ സങ്കടപ്പെടേണ്ടവരാണ്, മുസ്ലിങ്ങളുടെ സഹോദരങ്ങളെന്ന് പറയുന്ന ആൾക്കാർ കൊല്ലപ്പെടേണ്ടവരാണ്, അവരെ മനുഷ്യരായി നമ്മൾ പൊതുവായി കണക്കാക്കേണ്ടതില്ല എന്നൊരു സംഗതി സെറ്റ് ചെയ്തുകൊണ്ട് വരുമ്പോൾ എം ലീലാവതിയെ പോലെ കേരളം അംഗീകരിക്കുന്ന ഒരാൾ എനിക്കതിൽ വേദനയുണ്ടെന്ന് പറയാം, അവർക്കത് സഹിക്കില്ല. മനസ്സിലായില്ലേ? അവരെന്തുകൊണ്ടാണ് ഈ പറയുന്ന ആക്ടിവിസ്റ്റുകളായ പല ആൾക്കാരെയും വേട്ടയാടുന്നത്? അവരെന്തുകൊണ്ടാണ് ഗൗരി ലങ്കേഷിനെ കൊല്ലുന്നത്? അവർ ഗൗരി ലങ്കേഷ് എന്ന് പറഞ്ഞാൽ അവർ ഒരു സംഘ് പരിവാറിൻ്റെ അജണ്ടയെ വിമർശിക്കുന്ന ഒരു ഹിന്ദു നാമധാരി, അത് അവർക്ക് സഹിക്കില്ല. അവർ ഗോവിന്ദ് ബൻസാര ഒരു ഹിന്ദു നാമധാരി, അവരെ സഹിക്കില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ബിഷപ്പ്മാരെ കാസ വേട്ടയാടുന്നത്? മുസ്ലിങ്ങളുടെ കാര്യത്തിനകത്തും മതനിരപേക്ഷതയുടെ കാര്യവും നമ്മൾ സംസാരിക്കേണ്ട വിഷയമല്ല. നമ്മൾ പറയാം, നിങ്ങൾ പറ്റുമെങ്കിൽ ഞങ്ങളുടെ വർഗീയതയുടെ കൂടെ നിൽക്കുക, നിങ്ങൾ ഒരു സോഷ്യൽ കോസിന് വേണ്ടിയും ജെനുവിൻ കോസിന് വേണ്ടിയും സെക്കുലർ ഇഷ്യൂസിന് വേണ്ടിയും നിങ്ങൾ നിൽക്കാൻ പാടില്ല. നിൽക്കുന്നവരെ അവർ ആദ്യം വേട്ടയാടും. അപ്പോൾ അതുകൊണ്ട് ഇതൊരു മുസ്ലിമാണ് ഗസയെക്കുറിച്ച് പറഞ്ഞാൽ അവർ വിട്ടുകളയും. പക്ഷേ നോൺ മുസ്ലിം അത് പറയാൻ പാടില്ല എന്ന് പറയുന്ന ആശയത്തിൽ നിന്നാണ് ഈ വേട്ടയാടൽ ഉണ്ടാവുന്നത്. അവർക്ക് കുഞ്ഞുങ്ങളോട് ഒരു തരത്തിലുള്ള മമതയില്ല. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഗുജറാത്ത് കലാപത്തിൻ്റെ 2002 കഥ എടുത്ത് നോക്കുക, എത്ര കുഞ്ഞുങ്ങൾ ആക്രമിക്കപ്പെട്ടു. ബിൽക്കിസ് ബാനുവിൻ്റെ കഥ അറിയാമല്ലോ. ബിൽക്കിസ് ബാനുവിൻ്റെ കുടുംബത്തിലെ 7 പേരെ കൊന്നിട്ട് ബിൽക്കിസ് ബാനുവിനെ കൂട്ടമായി മനുഷ്യർ റേപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ 3 വയസ്സുള്ള കുഞ്ഞിൻ്റെ കാലിൽ തൂക്കിയെടുത്ത് അടിച്ചു കൊല്ലുകയാണ്. തല ചെതറി ആ കുഞ്ഞ് മരിക്കുമ്പോൾ അമ്മ റേപ്പ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതാണ് ആ കഥ. അതിലേതെങ്കിലും പശ്ചാത്താപം അവർക്കുണ്ടോ? ഞങ്ങളുടെ വിരാട രൂപം ഞങ്ങൾ കാണിച്ച കാലമാണ് 2002 എന്ന് പറഞ്ഞു നടക്കുകയാണ് അതിൻ്റെ പ്രധാന ആസൂത്രകനും അതിൻ്റെ അനുയായികളും എല്ലാവരും. അതിലെത്ര കുഞ്ഞുങ്ങളെ കൊന്നു, കിണറ്റിലെറിഞ്ഞും വായിൽ തീപ്പന്തം കുത്തിക്കയറ്റിയും വെട്ടിയും കുത്തിയും റേപ്പ് ചെയ്തും കുഞ്ഞുങ്ങളെ കൊന്നു. അത് ഞങ്ങളുടെ പ്രത്യയശാസ്ത്ര ധർമ്മത്തിൻ്റെ ഭാഗമാണ് എന്ന് വിചാരിക്കുന്നവരാണ്. കുഞ്ഞുങ്ങൾ കൊല്ലപ്പെടുന്നതിലോ അവരുടെ ചോര ചിന്തുന്നതിലോ അവർ റേപ്പ് ചെയ്യപ്പെടുന്നതിലോ പ്രത്യേകമായ ഒരു നിലയ്ക്കുമുള്ള വേദനയില്ലാത്ത, നമ്മുടെ കൂട്ടത്തിൽപ്പെട്ടവരല്ലെങ്കിൽ ഏത് കുഞ്ഞിനെയും കൊന്നുതള്ളാം എന്ന് വിചാരിക്കുന്ന പ്രത്യയശാസ്ത്രമാണ് അവരുടെ തല നിറയെ. അതിലവർക്ക് വേദനയൊന്നുമില്ല. അതുകൊണ്ട് ഗസയുടെ പ്രശ്നമെന്ന് വെച്ചാൽ മാറാരുടെയോ പ്രശ്നമാണ്, അത് മാനവരാശിയുടെ പ്രശ്നമല്ല എന്ന് കാണുന്ന ഈ വൃത്തികെട്ട വർഗീയ ആൾക്കൂട്ടം അവരാക്രമിക്കും. അതിലിപ്പോൾ നമുക്ക് അത്ഭുതപ്പെടാനൊന്നുമില്ല. അതിൽ എം ലീലാവതിയെപ്പോലെ ഒരാൾക്ക് എന്തെങ്കിലും ഒരു അപമാനത്തിൻ്റെയോ എന്തെങ്കിലും ഒരു ഡിസ്ക്രെഡിറ്റിൻ്റെയോ അല്ലെങ്കിൽ ഒരു സങ്കടത്തിൻ്റെ ഒരു ആവശ്യമില്ല. അവർ ലോകത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. നേരത്തെ നൗഫൽ പറഞ്ഞ പോലെ ഈ നായ്ക്കാട്ടങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ലോകം മുഴുവനുള്ള മനുഷ്യർ ഗസയുടെ വിഷയത്തെ ഏറ്റെടുക്കുന്നുണ്ട്. അതിലേതെങ്കിലും ഒരു മതസമുദായത്തിൻ്റെയോ ഏതെങ്കിലും സംഘടനയുടെ ആൾക്കാരല്ല, മറിച്ച് ഇസ്രയേലിൻ്റെ ആളുകൾ എവിടെ പോയാലും, ഇസ്രയേലിൻ്റെ സ്പോർട്സ് ടീമോ ഇസ്രയേലിൻ്റെ നയതന്ത്ര ഉദ്യോഗസ്ഥരോ ഇസ്രയേലിലെ രാഷ്ട്രീയ നേതാക്കളോ ഇസ്രയേലി സാധാരണ പൗരന്മാർ പോലും എവിടെയെങ്കിലും പോയാൽ വലിയ തോതിലുള്ള സാമൂഹിക വിമർശനത്തിന് പ്രതിഷേധങ്ങൾക്ക് ഇരകളാക്കപ്പെടുന്നു. കാരണം അവിടെ രാജ്യം ചെയ്തുകൊണ്ടിരിക്കുന്ന അന്യായം ലോകത്തിന് താങ്ങാൻ കഴിയുന്നില്ല. ഞങ്ങൾ ഇസ്രയേലിലൂടെ കളിക്കുന്നില്ല എന്ന് പറയുന്നു. റഷ്യയ്ക്ക് മാത്രം പോരാ, ഇസ്രയേലിന് വേണം ഉപരോധം എന്ന് പറയുകയാണ്. ഇസ്രയേൽ പ്രോഡക്റ്റുകളെ ബഹിഷ്കരിക്കുന്ന വലിയ ക്യാമ്പയിൻ ലോകമെമ്പാടും നടക്കുന്നു, വിവിധ രാജ്യങ്ങളിൽ നടക്കുന്നു. അപ്പോൾ ഇത് ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ പ്രശ്നമാണെന്ന് വിചാരിക്കുന്ന ഈ എന്താണ് ഇവന്മാർ വിചാരിക്കേണ്ട കാര്യം? ലോകം ഏറ്റെടുത്തിട്ടുള്ള ഒരു കോസിനെ കുറിച്ചാണ് എം ലീലാവതി സംസാരിക്കുന്നത്. അപ്പോൾ അവർക്ക് ലോകം എന്താണെന്ന് അറിയാം, ഇവർക്ക് അതിനെക്കുറിച്ച് അറിയില്ല. അപ്പോൾ ഇവരിവിടെ കിടന്ന് ഈ ബഹളം വെച്ചതുകൊണ്ട് ആ കോസിനെതിരായിട്ടുള്ള ലോകത്ത് നടക്കുന്ന ശബ്ദങ്ങളുണ്ടല്ലോ, 200-ലധികം രാജ്യങ്ങൾ ഈ വിഷയത്തിൽ പ്രൊട്ടസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതൊക്കെ അവസാനിപ്പിക്കാം. എം ലീലാവതിയെ പീഡിപ്പിച്ചാൽ തീരുന്ന പ്രശ്നമൊന്നുമല്ല അത്. മനുഷ്യർക്ക് മനുഷ്യരെക്കുറിച്ച് കൺസേൺ ഉണ്ട്, മനുഷ്യത്വ ബോധമുള്ള മനുഷ്യർ അതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കും. അതിന് ഈ ബഹളങ്ങളൊന്നും ഒരു കാരണമാവില്ല, ഒരു തടസ്സമാവില്ലെന്ന് ഞാൻ വിചാരിക്കുന്നത്. നമ്മൾ നമ്മുടെ നാട്ടിൽ ഇത് കാണേണ്ടി വരുന്നു. ലോകം മുഴുവൻ ഈ വിഷയത്തിൽ അപ്പുറത്ത് പ്രൊട്ടസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ നാട്ടിൽ മാത്രം കുഞ്ഞുങ്ങളെ കൊന്നോട്ടെ, അത് നല്ലതല്ലേ എന്ന് പറയുന്ന കുറേ കൂട്ടങ്ങളുണ്ട്, കുറേ വൃത്തികെട്ട കൂട്ടുണ്ട്. അത് നമ്മുടെ നാടിൻ്റെ ഗതികേടായിട്ടാണ് ഞാൻ കാണുന്നത്. ലോകത്ത് വേറെ എവിടെയും കാണില്ല. ഇസ്രായേൽ നമ്മുടെ ഒരു സഹോദര രാഷ്ട്രമാണെന്ന മട്ടിലൊക്കെ ഇവിടെ ഞാൻ പറഞ്ഞില്ലേ കുറേ ടീമുണ്ട്. അത് നമ്മുടെ ഒരു ഗതികേട്, നമ്മൾ അവരെയും കൂടി സഹിക്കേണ്ടി വരുന്നു, അത്രേ ഉള്ളൂ.